ചിന്നക്കനാലിൽ ശല്യമായതോടെയാണ് അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ വനത്തിലേക്ക് വിട്ടത്. എന്നാൽ പെരിയാർ വനത്തിലൂടെ തമിഴ്നാട്ടിൽ കടന്ന അരിക്കൊമ്പൻ കമ്പത്ത് ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് കേരളം ചെയ്തതുപോലെ തമിഴ്നാടും അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ ഇപ്പോൾ അരിക്കൊമ്പൻ എവിടെയാണ് നിലവിൽ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി റേഡിയോ കോളർ സിഗ്നൽ കൃത്യമായി ലഭിക്കാതെ വന്നതോടെയാണ് ആന എവിടെയാണ് എന്ന ചർച്ചകൾ ആരംഭിച്ചത്. ആന ഉൾക്കാട്ടിലേക്ക് പോയതിനാലാകാം സിഗ്നൽ മുറിഞ്ഞത് എന്നായിരുന്നു അഭ്യൂഹം. എന്നാൽ ആന കോതയാർ ഡാമിന് സമീപത്ത് തന്നെ ഉണ്ടെന്ന് വനം വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കോതയാർ ഡാമിന്റെ 300 മീറ്റർ പരിസരത്ത് അരിക്കൊമ്പൻ ഉണ്ടെന്നും ഇന്നലെ രാവിലെ മുതൽ സിഗ്നൽ ലഭിച്ചിരുന്നു എന്നുമാണ് വനം വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. സിഗ്നൽ മുറിയുന്നതിനാലായിരുന്നു ആന ഉൾക്കാട്ടിലേക്ക് പോയിരിക്കാമെന്ന അഭ്യൂഹം ഉടലെടുത്തത്. നിലവിൽ റേഡിയോ കോളറിൽ നിന്നുള്ള വിവരങ്ങൾ പെരിയാർ കടുവാ സങ്കേതത്തിലാണ് ലഭിക്കുന്നത്. ഇവിടെ നിന്നാണ് വിവരം കന്യാകുമാരി DFO ഉൾപ്പെടെ ഉള്ളവരെ അറിയിക്കുന്നത്. അതിനിടെ അരിക്കൊമ്പന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ കോതയാർ ഡാം പരിസരത്ത് നിന്ന് അരിക്കൊമ്പൻ അധിക ദൂരം സഞ്ചരിക്കാത്തത് നടക്കാൻ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണെന്ന് കരുതുന്നില്ല എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവിടെ നിന്ന് അഗസ്ത്യവനത്തിലേക്കോ നെയ്യാർ വനമേഖലയിലേക്കോ അരിക്കൊമ്പൻ നീങ്ങുന്നുണ്ടോ എന്നതും ഇരു സംസ്ഥാനങ്ങളിലെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ട്. കേരളം ഘടിപ്പിച്ച ആന്റിന ഉപയോഗിച്ചാണ് അരിക്കൊമ്പന്റെ റേഡിയോ കോളർ വിവരങ്ങൾ തമിഴ്നാട് വനം വകുപ്പിന് ലഭിക്കുന്നത്. കേരളം ആദ്യം ചിന്നക്കനാലിൽ നിന്ന് ആനയെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റിയപ്പോൾ സ്ഥാപിച്ച റേഡിയോ കോളറിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭ്യമാകുന്നത്. പെരിയാറിലെ റിസീവിംഗ് സെന്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 2 ആന്റിനയിൽ ഒരെണ്ണം തമിഴ്നാടിന് കൈമാറിയിരുന്നു. ആന നിൽക്കുന്നതിന് 1 കിലോമീറ്റർ പരിധിയിലുള്ള സിഗ്നലുകളാണ് ഈ ആന്റിനയിൽ ലഭിക്കുക. എന്തായാലും അരിക്കൊമ്പൻ വനത്തിൽ സുരക്ഷിതനാണെന്ന് തമിഴ്നാട് വനംവകുപ്പ് അറിയിക്കുമ്പോഴും ഈ പ്രദേശത്തിലുള്ള ജനങ്ങൾ ആശങ്കയോടെ തന്നെയാണ് കഴിയുന്നത്.